മോക്കുള്ള ആഹാരം മുറി കൊണ്ട് കൊടുക്കായിരുന്നു. അത് വേണ്ടത് മോളെ തന്നെ വാശി പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എനിക്ക് അച്ഛന്റെ അമ്മയുടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒന്ന് കഴിക്കണം. ശരിയാ, ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഒരു രസമില്ല അല്ലേ മോളെ? ഇതുകൂടി കഴിക്ക. മതി അമ്മേ, വയറ് നല്ലതുപോലെ നിറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. എന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞ് അവളെ ഒരു രോഗിയാക്കാതിരുന്നാ മതി അല്ലേ മോളെ? അച്ഛാ. ഓ, എന്താ മോളെ? ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ കേക്കോ? പിന്നെ കേക്കാതെ. മോള് പറ, എന്താ നമുക്ക് വേണ്ടേ? ഇന്ന് എന്റെ കൂടെ അച്ഛനും അമ്മ ഒരുമിച്ച് കിടക്കോ? എന്ന് ഞാനും അമ്മ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നേ. ഇന്ന് അച്ഛനും എന്റെ കൂടെ വേണം. പ്ലീസ് അച്ഛാ, എനിക്ക് വയ്യായിട്ടല്ലേ. അതിനെന്താ, ഇന്ന് അച്ഛനും അമ്മയും മോളും ഒരുമിച്ചാ കിടക്കുന്നത്. പോരെ? മോള് പോയി അമ്മയുടെ കൂടെ കിടക്കുമ്പോഴേക്കും ജോലിയൊക്കെ തീർത്ത അച്ഛനങ്ങ് വരും. പോരെ? എന്നത്തെയും പോലെ എന്നെ പറ്റിക്കരുത്. അച്ഛൻ വരണം. ഇല്ലടാ, അച്ഛൻ വരാം. അച്ഛനല്ലേ പറയുന്നേ. എടോ, താൻ മോളെ മുറി കൊണ്ടേ കിടത്ത്. അതവിടെ വെച്ചേക്ക, ഞാൻ എടുത്തോളാം. മോളെ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താമേ? നേരത്തെ നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യ. പക്ഷെ ഇപ്പോ മോളും കൂടി അത് പറഞ്ഞപ്പോ ഇതിപ്പൊ തന്നെ പറയണമെന്ന് തോന്നി. നീ എന്റെ മുഖത്തേക്ക് നോക്ക്. കുഞ്ഞാണെങ്കിലും അവളുടെ മനസ്സിലെ ആഗ്രഹം കണ്ടില്ലേ? അച്ഛനും അമ്മയത്തും സന്തോഷത്തോടെ കഴിയണമെന്നുള്ളത് എല്ലാ കുഞ്ഞുങ്ങളുടെ ആഗ്രഹം. അതുപോലെ തന്നെയാ ഗൗരിമോളുടെ മനസ്സിലുള്ള ആഗ്രഹം. മോളുടെ മനസ്സിനെ ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം നീ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മോൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടിയെങ്കിലും 2 മുറിയിലുള്ള നിങ്ങളുടെ ഈ കിടത്തം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കണം. ഒരർത്ഥത്തിൽ പറഞ്ഞ മോൾക്ക് ഇപ്പൊ ഈ അസുഖം വന്നതും ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞതും ഇപ്പൊ മോള് പറഞ്ഞതുമല്ല നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ പോവാന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഇന്നു മുതൽ മോളുടെ കൂടെ ഉറങ്ങണം. വെറുതെ മോളെ വിഷമിപ്പിക്കരുത്. ഇനിയുള്ള കാലം സമൃദ്ധയും നീയും ഗൗരിമോളുടെ അച്ഛനും അമ്മയായിട്ട് ജീവിക്കണമെന്ന് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണമെന്നതും ദൈവനിശ്ചയം തന്നെയാ. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഗൗരിമോൾക്കൊരു അനിയത്തിയോ അനിയനോ കൂടി ഈ വീട്ടിൽ ഉണ്ടാവണം. അതോടുകൂടി നിങ്ങളുടെ ജീവിതം സന്തോഷകരാവും. അതൊന്നും ഞാൻ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കണമെന്ന് ആര് പറഞ്ഞു? സമൃദ്ധിയോടുകൂടി സംസാരിക്കണം. നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വെറുതെ ജീവിച്ചു തീർത്താൽ മതിയോ? രണ്ടുപേരുടെയും ജീവിതത്തിന് ഒരർത്ഥമൊക്കെ വേണ്ടേ?